നമസ്കാരം. തിരുവനന്തപുരത്തെ നടുക്കിയ വെമ്പായം ബാർ സംഘർഷത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ സംഭവത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരണത്തിന് കീഴടങ്ങി. വെമ്പായം സ്വദേശിയായ നവാസാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ മരണമടഞ്ഞത്. ഇന്നലെ രാത്രിയുണ്ടായ ദാരുണമായ ആക്രമണ സംഭവത്തിലാണ് നവാസിന് ഗുരുതരമായി പൊള്ളലേറ്റത്. സംഭവത്തിൽ പരിക്കേറ്റ ശ്യാം, റിയാസ്, അരുൺ, നൌഫൽ, അനീഷ് എന്നിവർ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ കേസിൽ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അനീഷിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന പ്രാഥമിക വിവരം. വെമ്പായത്തെ പ്രമുഖ ഹോട്ടൽ ആൻഡ് റെസിഡൻസിയിലെ ബാറിലാണ് ഇന്നലെ രാത്രി 9 മണിയോടെ നാടിനെ ഞെട്ടിച്ച കൊടും ആക്രമണം ഉണ്ടായത്. ബാറിലെ AC ഹാളിലിരുന്ന് മദ്യപിക്കുകയായിരുന്ന യുവാക്കൾ തമ്മിലുണ്ടായ ചെറിയ വാക്കുതർക്കമാണ് ഒടുവിൽ വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചത്. 8ഓളം പേരടങ്ങുന്ന സംഘം മദ്യപിച്ചിരുന്ന മേശയിലേക്ക് അനീഷ് എത്തുകയും ഇവർക്കൊപ്പം ചേരുകയുമായിരുന്നു. എന്നാൽ മദ്യം തലയ്ക്ക് പിടിച്ചതോടെ ഇവർ തമ്മിൽ നിസ്സാര കാര്യത്തിന് വാക്കേറ്റവും തുടർന്ന് കയ്യാങ്കളിയും ഉണ്ടായി. തർക്കത്തിനൊടുവിൽ ബാറിൽ നിന്നും ഇറങ്ങിപ്പോയ അനീഷ് അരമണിക്കൂറിന് ശേഷം മാരകമായ ആസൂത്രണത്തോടെയാണ് തിരികെ എത്തിയത്. പ്ലാസ്റ്റിക് കനാസിൽ പെട്രോളുമായാണ് ഇയാൾ ബാറിലേക്ക് ഇരച്ചു കയറിയത്. തന്നോട് തർക്കിച്ചവർക്ക് നേരെ ഇയാൾ പെട്രോൾ ഒഴിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവിടെ ഉണ്ടായിരുന്ന പിടിവലിയിലാണ് ചുറ്റി നിന്നവരുടെ ശരീരത്തിലേക്കും ഇന്ധനം പടർന്നു പിടിച്ചത്. തുടർന്ന് അനീഷ് ഒട്ടും മടിക്കാതെ തീ കൊളുത്തുകയായിരുന്നു. നിമിഷ നേരം കൊണ്ട് ബാറിലെ AC ഹാൾ പൂർണ്ണമായും തീഗോളമായി മാറി. ഈ സമയം അക്രമിയായ അനീഷിന്റെ ശരീരത്തിലേക്കും തീ പടർന്നു പിടിച്ചു. പെട്ടെന്ന് തീ പടർന്നതോടെ ബാറിനുള്ളിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി ഉടലെടുത്തു. ഈ സമയം 30ഓളം പേർ ഹാളിൽ മദ്യപിക്കുന്നുണ്ടായിരുന്നു. ജീവൻ രക്ഷിക്കാനായി ആളുകൾ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് കൂടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. AC ഹാളിലെ സോഫകളിലേക്കും മറ്റ് സാധനങ്ങളിലേക്കും തീ പടർന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് ബാറിനുള്ളിൽ കുടുങ്ങിയവരെ സാഹസികമായി പുറത്തെത്തിച്ചു. അഗ്നിബാധ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ നെടുമങ്ങാട് പോലീസ് വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുപ്പികളിലോ കന്നാസുകളിലോ പെട്രോൾ നൽകരുതെന്ന കർശന നിയമവും നിർദ്ദേശവും നിലനിൽക്കെ പ്രതിയായ അനീഷിന് കന്നാസിൽ പെട്രോൾ എവിടെ നിന്ന് ലഭിച്ചു എന്നതിനെക്കുറിച്ച് പോലീസ് ഗൗരവമായി അന്വേഷിച്ചു വരികയാണ്. പ്രദേശത്തെ പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. തലസ്ഥാനത്ത് ഈ വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവത്തിൽ ബാർ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം നടത്തും. മദ്യശാലകളിലും പൊതു ഇടങ്ങളിലും ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന നിസ്സാര തർക്കങ്ങൾ പോലും ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങളിൽ കലാശിക്കുന്നതും പൊതുസമൂഹത്തെ വലിയ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. നിയമങ്ങൾ കർശനമായി നിലനിൽക്കുമ്പോഴും കുപ്പികളിലും കന്നാസുകളിലും ഇന്ധനം നൽകുന്ന പമ്പുകളുടെ നിലപാടും സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ച വരുത്തുന്ന ബാറുകളുടെ രീതികളും ഗൗരവമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ അരങ്ങേറുന്ന ഇത്തരം അക്രമ സംഭവങ്ങൾക്കെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്നും ശക്തമായ നിയമ നടപടികളും കർശനമായ മുൻകരുതലുകളും ഉണ്ടായെങ്കിൽ മാത്രമേ ഭാവിയിൽ ഇത്തരം ദാരുണമായ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കൂ.